ഐതിഹ്യ കഥകളിൽ നമ്മളിന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തിയ തെനാലി രാമൻ്റെ കഥയുടെ ബാക്കിയായിട്ടാണ്. ഇതിനു മുന്നേയുള്ള കഥകൾ കേൾക്കാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തെനാലി രാമൻ പുരോഹിതന്മാരെ ചൂടുവെച്ചതിനാൽ രാജപുരോഹിതനും പുരോഹിതന്മാരോടൊപ്പം തെനാലി രാമനെതിരായി. അവർ സംഘം ചേർന്ന് ഗൂഢാലോചനകൾ നടത്തി. ബ്രാഹ്മണ പുരോഹിതരെ ചൂടുവെച്ചതിന് അതേ രീതിയിൽ തന്നെ പകരം വീട്ടാൻ അവർ പദ്ധതി തയ്യാറാക്കി. രാജപുരോഹിതൻ തെനാലി രാമനെ വിളിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രായമായി. അടുത്ത രാജപുരോഹിതനാക്കാൻ യോഗ്യനായ ഒരാളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. താങ്കൾ അതിന് യോജിച്ച ആളാണ്. അതുകൊണ്ട് താങ്കൾ നമ്മുടെ ശിഷ്യത്വം സ്വീകരിക്കണം. പൂജാവിധികളിൽ ഞാൻ താങ്കളെ പ്രാവീണ്യമുള്ളവനാക്കിത്തരാം. തെനാലി രാമൻ രാജപുരോഹിതനോട് എതിരൊന്നും പറഞ്ഞില്ല. മൗനം സമ്മതലക്ഷണം എന്നാണല്ലോ ചൊല്ല്. തെനാലി രാമൻ സമ്മതിച്ചതായി കണക്കാക്കി രാജപുരോഹിതൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. പുരോഹിതന്മാർക്ക് തന്നെ വഞ്ചിക്കാനുള്ള ഉദ്ദേശമുണ്ടെന്ന് തെനാലി രാമൻ ബലമായി സംശയിച്ചു. എങ്കിലും എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് തെനാലി രാമന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സോമയാജലു എന്ന ഒരു പുരോഹിതൻ വളരെ ദരിദ്രനാണ്, ശുദ്ധപാവവുമാണ്. 10 പൊൻപണം കൊടുത്ത് അയാളെ തെനാലി രാമൻ വശത്താക്കി. അയാളിൽ നിന്ന് പുരോഹിതന്മാരുടെ ഗൂഢാലോചനകളും അവരുടെ ലക്ഷ്യവും അദ്ദേഹം മനസ്സിലാക്കി. ശിഷ്യത്വം സ്വീകരിക്കുന്നതിന് പ്രാരംഭമായി 100 പൊൻപണം മുഖ്യ പുരോഹിതൻ തെനാലി രാമന് നൽകും. അനന്തരം ചടങ്ങുകളൊക്കെ നടക്കും. അതിലൊരു ചടങ്ങ് ശിഷ്യനെ മുദ്ര പതിപ്പിക്കലാണ്. മുദ്ര പതിപ്പിക്കുന്നതിൻ്റെ മറവിൽ തെനാലി രാമനെ ചൂടുവെച്ച് നല്ല പോലെ പൊള്ളിക്കും. അത് കഴിയുമ്പോൾ ഗൂഢാലോചനയിലെ നിശ്ചയപ്രകാരം അവരിലൊരുവൻ ഒരു പ്രശ്നയെ ഉന്നയിക്കും. തെനാലി രാമൻ വൈദിക ബ്രാഹ്മണനല്ല, നിയോഗി ബ്രാഹ്മണൻ മാത്രമാണ്. നിയോഗി ബ്രാഹ്മണന് ഒരു കാരണവശാലും രാജപുരോഹിതനാകാൻ അർഹതയില്ല. ഇങ്ങനെ ഒരാൾ തർക്കം ഉന്നയിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം അതിനോട് യോജിക്കും. അങ്ങനെ തെനാലി രാമനെ ചൂടുവെച്ച് പൊള്ളിച്ച ശേഷം അപമാനിച്ച് ഇറക്കിവിടും. ഇതാണ് പുരോഹിതന്മാരുടെ പ്ലാനെന്ന് സോമയാജുലു വ്യക്തമാക്കി. രാമന് ശിഷ്യത്വം സ്വീകരിക്കേണ്ട ദിവസം വന്നു. തെനാലി രാമൻ കുളിയും ജപവും എല്ലാം കഴിഞ്ഞ് അമ്പലനടയിൽ ചെന്നു. ആചാരമനുസരിച്ച് മുഖ്യ പുരോഹിതൻ തെനാലി രാമന് 100 പൊൻപണം നൽകി. ഏതാനും മന്ത്രങ്ങൾ ഉച്ചരിച്ച ശേഷം തെനാലി രാമനെ പൊള്ളിക്കുന്നതിനുള്ള കരുക്കൾ തീയിൽ വെച്ച് പഴുപ്പിച്ചു തുടങ്ങി. അപ്പോൾ തെനാലി രാമൻ എഴുന്നേറ്റ് നിന്ന് മുഖ്യ പുരോഹിതനോട് ചോദിച്ചു, വൈദിക ബ്രാഹ്മണനല്ലാതെ ഒരു നിയോഗി ബ്രാഹ്മണന് രാജപുരോഹിതനാകാൻ വൈദ്യശാസ്ത്രങ്ങൾ അനുവദിക്കുന്നുണ്ടോ? പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ട് പുരോഹിതന്മാർ അമ്പരന്നു. ആരും തെനാലി രാമനിൽ നിന്നും ഈ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നതല്ല. ആ ചോദ്യത്തിന് ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ഉത്തരം പറയേണ്ടതെന്ന് അറിയാതെ രാജപുരോഹിതനും മറ്റു പുരോഹിതന്മാരും ആശയക്കുഴപ്പത്തിലായി. ആരും തന്നെ ഒന്നും മിണ്ടിയില്ല. രാജപുരോഹിതനാകാൻ നിയോഗി ബ്രാഹ്മണനായ തെനാലി രാമന് യോഗ്യതയില്ലെന്ന് പറഞ്ഞാൽ മുദ്ര വയ്ക്കുന്നതിൻ്റെ മറവിൽ നടത്താമെന്ന് കരുതിയ ചൂടുവയ്ക്കൽ നടക്കില്ല. മറ്റൊരു ഉത്തരം പറയാനും ആർക്കും ധൈര്യമുണ്ടായില്ല. അങ്ങനെ എല്ലാവരും അമ്പരന്ന് നിശബ്ദരായി നിൽക്കവേ തെനാലി രാമൻ 50 സ്വർണ്ണ നാണയങ്ങൾ പുരോഹിതന്മാർക്ക് മടക്കിക്കൊടുത്തു. അർഹതയില്ലാത്ത സ്ഥാനം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇതുവരെ ഞാൻ ചെയ്ത ഒരുക്കങ്ങളുടെ പ്രതിഫലമായി 50 സ്വർണ്ണ നാണയങ്ങൾ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് തെനാലി രാമൻ സ്ഥലം വിട്ടു. പിറ്റേന്ന് രാവിലെ രാജാവ് തെനാലി രാമനെ വിളിച്ച് എന്തുകൊണ്ടാണ് രാജപുരോഹിതന്റെ ശിഷ്യത്വം സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ തെനാലി രാമൻ പുരോഹിതന്മാരുടെ ക്രൂരമായ പദ്ധതി രാജാവിനെ വിവരിച്ച് കേൾപ്പിച്ചു. അന്ന് രാജസദസ്സ് കൂടിയപ്പോൾ അർഹമല്ലാത്ത പദവി സ്വീകരിക്കാതിരുന്നതിന് രാജാവ് തെനാലി രാമന് 1000 പൊൻപണം സമ്മാനമായി നൽകി. അതുകണ്ട് അസൂയപ്പെട്ട പുരോഹിതന്മാർ ഇളിഭരായി തമ്മിൽ നോക്കിയിരുന്നു. ഒരിക്കൽ കൃഷ്ണദേവരായ മഹാരാജാവ് തെനാലി രാമനുമായി വെടി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടോ രാമ, താൻ പലപ്പോഴായി നമ്മെ പറ്റിക്കുന്നു. താൻ ഒരിക്കൽ ബ്രഹ്മരക്ഷസായി അഭിനയിച്ച് നമ്മെ പറ്റിച്ചു. ഇനി അത്തരം അടവുകളൊന്നും നമ്മുടെ അടുത്ത് നടപ്പില്ല. തിരുമേനി അടിയനോട് പന്തയം വയ്ക്കുന്നുണ്ടോ? 1 വർഷത്തിനകം അടിയൻ ഒരു സ്ത്രീയെ കൊണ്ട് അങ്ങയുടെ മുഖത്ത് ചെരുപ്പ് കൊണ്ട് എറിയിക്കാം, തെനാലി രാമൻ പറഞ്ഞു. ശരി, എന്നാൽ അതൊന്ന് കാണട്ടെ. താങ്കൾക്ക് അങ്ങനെ ചെയ്യിക്കാൻ സാധിച്ചാൽ നാം 100 പൊൻപണം സമ്മാനം തരാം. രാജാവ് വെല്ലുവിളി സ്വീകരിച്ചു.
1 മാസം കഴിഞ്ഞു. രാജാവിൻ്റെ വിവാഹമാണ്. ഒരു മലനാട്ടു പ്രഭുവിൻ്റെ മകൾ ശാരദാംബാളാണ് വധു. മലനാട്ടു പ്രഭുവിന് രാജകുടുംബത്തിലെ വിവാഹത്തിൻ്റെ ആചാരങ്ങളോ പതിവുകളോ ഒന്നും നിശ്ചയമില്ലായിരുന്നു. തെനാലിരാമൻ ആചാരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ പ്രഭുവിൻ്റെ മാളികയിൽ ചെന്നു. അദ്ദേഹം വിവാഹത്തിൻ്റെ ആചാരങ്ങൾ വിവരിച്ചു കൊടുത്തു. തെനാലിരാമൻ ഒരു ജോഡി വില്ലീസ് ചെരുപ്പ് കൂടി കരുതിയിരുന്നു. ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് വിവാഹത്തിന് റാണിയാകാൻ പോകുന്ന വനിത രാജാവിനെ തുകൽ ചെരുപ്പ് കൊണ്ട് എറിയുന്ന ഒരു പതിവുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ല. സൂര്യപടമുള്ള വില്ലീസ് ചെരുപ്പ് കൊണ്ടാണ് ഭാരതത്തിൽ രാജാക്കന്മാരെ കന്യക എറിയുക. അനന്തരം രാജാവ് ആ ചെരുപ്പുകൾ എടുത്ത് റാണിയെ അണിയിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യപടമുള്ള വില്ലീസ് ചെരുപ്പ് തെനാലിരാമൻ ശാരദാംബാളെ ഏൽപ്പിച്ചു. തോഴിമാർ അത് വാങ്ങി സൂക്ഷിച്ചു. വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകൾ റാണിയെ ഏൽപ്പിക്കണമെന്നും റാണി ഉടനെ അതുകൊണ്ട് രാജാവിനെ എറിയണമെന്നും തെനാലിരാമൻ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ഒരു ആചാരം രാജകീയ വിവാഹത്തിൽ പതിവില്ല എന്ന് ആരുമൊട്ടു പറഞ്ഞതുമില്ല. വിവാഹ ദിവസമായി. രാജാവ് വിവാഹ പന്തലിൽ പീഠത്തിൽ ചെന്നിരുന്നു. തെനാലിരാമൻ അരികിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. വധു ശാരദാംബാൾ പന്തലിൽ പ്രവേശിച്ചു. അവൾ രാജാവിനെ കടക്കണ്ണിട്ട് നോക്കി. തോഴി ഉടനെ വില്ലീസ് ചെരുപ്പ് റാണിയുടെ കയ്യിൽ കൊടുത്തു. ശാരദാംബാൾ താമസിയാതെ ആ പട്ടുചെരുപ്പ് രാജാവിൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു. രാജാവ് കോപിച്ച് ചാടി എണീക്കാൻ ഭാവിച്ചു. അപ്പോൾ തെനാലിരാമൻ രാജാവിനെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അത് അടിയൻ പറഞ്ഞ് ചെയ്യിച്ചതാണ്. അതൊരു ആചാരമാണെന്ന് കരുതിയാൽ മാത്രം മതി. രാജാവ് ശാന്തനായി. അദ്ദേഹം തെനാലിരാമനുമായി മുമ്പൊരിക്കൽ നടത്തിയ സംഭാഷണം ഓർത്തു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ രാജാവ് ചെരുപ്പുകൾ എടുത്ത് റാണിയെ ധരിപ്പിച്ചു. രാജാവ് അന്ന് തന്നെ തെനാലിരാമന് പറഞ്ഞിരുന്ന പാരിതോഷികം നൽകുകയും ചെയ്തു. ശാരദാംബാളുമായുള്ള കല്യാണത്തിനു ശേഷം കൃഷ്ണദേവരായർ തെനാലിരാമനോട് കോപത്തിലായിരുന്നു. തന്നെ ചെരുപ്പ് കൊണ്ട് എറിയിച്ചതിന് 100 പൊൻപണം തെനാലിരാമന് കൊടുത്തപ്പോൾ അദ്ദേഹം കോപത്തോടെ പറഞ്ഞു, ഇനി തൻ്റെ മുഖം ദർബാറിലെങ്ങും കണ്ടുപോകരുത്. കൽപ്പന പോലെ എന്ന് പറഞ്ഞ് തെനാലിരാമൻ താണു വണങ്ങിക്കൊണ്ട് അവിടെ നിന്നും പോയി. പിറ്റേന്ന് രാജസദസ്സ് കൂടിയിരിക്കുകയാണ്. തെനാലിരാമൻ സദസ്സിൽ പതിവ് സമയത്ത് ഹാജരായി. അദ്ദേഹം സകലരെയും ചിരിപ്പിച്ചു. കലം കൊണ്ട് മൂടിയ ആ പ്രച്ഛന്നവേഷം കണ്ടാൽ ആരാണ് ചിരിക്കാതിരിക്കുക? തലയ്ക്ക് ശരിക്കും പാകമാകുന്ന ഒരു കലം. കലത്തിന് 2 ദ്വാരങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ ദ്വാരങ്ങളിലൂടെ 2 കണ്ണുകൾ. തെനാലിരാമൻ എല്ലാവരെയും നോക്കി ഗോഷ്ഠികൾ കാട്ടി നടന്നു. തല കുലുക്കിക്കൊണ്ട് ഓരോരുത്തരെയും രാമൻ അഭിവാദ്യം ചെയ്തു. അപ്പോൾ തലയെ മൂടിയിരിക്കുന്ന കലം സ്പ്രിങ്ങിൽ ഉറപ്പിച്ച മരപ്പാവയുടെ തല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നാടുന്നുണ്ടായിരുന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ആ കൂട്ടച്ചിരിയുടെ ആരവം കേട്ടുകൊണ്ടാണ് അന്ന് രാജാവ് ദർബാറിലേക്ക് പ്രവേശിച്ചത്. എന്താണിവിടെ ബഹളം? ആരാണിവിടെ പ്രശ്നവേഷത്തിൽ നടക്കുന്നത്? അവനെ പിടിച്ചു കെട്ടു. രാജാവ് ഉത്തരവിട്ടു. തിരുമേനി, ഇത് അടിയനാണ്, അങ്ങയുടെ തെനാലിരാമൻ. അങ്ങ് ഇന്നലെ എന്നോട് കൽപ്പിച്ചിരുന്നില്ലേ അടിയൻ്റെ മുഖം ദർബാറിൽ കണ്ടുപോകരുതെന്ന്? അതുകൊണ്ട് അടിയൻ ദർബാറിൽ വന്നപ്പോൾ അടിയൻ്റെ മുഖം ഒരു കലമെടുത്ത് മൂടി വെച്ചതാണ്. തെനാലിരാമൻ ഭവ്യതയോട് പറഞ്ഞു. അപ്പോഴും രാമൻ്റെ തല കലത്തിനുള്ളിൽ മൂടിയിരിക്കുകയായിരുന്നു. അതുകണ്ട് രാജാവും പൊട്ടിച്ചിരിച്ചു. എടോ, കലമെടുത്ത് മാറ്റൂ. മൂടി വെച്ചിരിക്കുന്ന തൻ്റെ മുഖം ഇനി എല്ലാവരും ഒന്ന് കാണട്ടെ. രാജാവിൻ്റെ ഉത്തരവ്. തെനാലിരാമൻ കലം തലയിൽ നിന്ന് ഊരിയെടുത്തു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന തെനാലിരാമൻ്റെ മുഖം കണ്ട് രാജസദസ്സിലുണ്ടായിരുന്നവരെല്ലാം വീണ്ടും പൊട്ടിച്ചിരിച്ചു. രാജാവും കുറേ നേരം ചിരിച്ചു. തെനാലിരാമൻ വിദൂഷകനായതുകൊണ്ട് രാജാവ് ഉണരുമ്പോഴേക്കും കൊട്ടാരത്തിൽ ഹാജരാകുമായിരുന്നു. രാത്രി രാജാവ് ഉറങ്ങാൻ പോയ ശേഷമേ വീട്ടിലേക്ക് മടങ്ങാറുമുള്ളൂ. ഒരു ദിവസം തെനാലിരാമന് തൻ്റെ 2 ഏക്കറുള്ള തോട്ടം നനയ്ക്കണമെന്ന് കരുതിയിട്ട് സാധിച്ചില്ല. രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമയം പാതിരയോടടുത്തിരുന്നു. നേരിയ നിലാവുണ്ട്. വീടിനടുത്തെത്തിയ രാമൻ വരണ്ട് കിടക്കുന്ന തോട്ടം കണ്ട് കുണ്ഠിതപ്പെട്ടു. തോട്ടത്തിൽ ഒരു വിഹക വീക്ഷണം നടത്തിയപ്പോൾ 2 പേർ ഒളിച്ചിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു. കള്ളന്മാർ, രാമൻ തന്നെത്താൻ പറഞ്ഞു. രാമൻ ശബ്ദിച്ചില്ല. ഒളിച്ചിരുന്ന ആ കള്ളന്മാർ അനങ്ങാതിരുന്നു. തെനാലിരാമൻ ഉറക്കമാകുമ്പോൾ കയറി മോഷണം നടത്താനായിരുന്നു അവരുടെ പദ്ധതി. രാമൻ അകത്ത് കടന്നു. ഭാര്യ ഭക്ഷണം ചൂടാക്കാൻ അടുക്കളയിലേക്ക് പോയി. മങ്കമ്മേ, തെനാലിരാമൻ ഭാര്യയെ വിളിച്ച് വളരെ ഉറക്കെ പറഞ്ഞു. നാട്ടിൽ മുഴുക്കെ കള്ളന്മാരുടെ ശല്യമാണ്. അതിനാൽ വീട്ടിൽ ഒരു സാധനവും വിശ്വസിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയല്ല.
നമ്മുടെ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും എല്ലാം ഒരു പെട്ടിയിലാക്കി നമുക്ക് കിണറ്റിൽ കൊണ്ടുപോയിടാം. ആവശ്യം വരുമ്പോൾ വെള്ളം തേവി വെറ്റിച്ചെടുക്കാമല്ലോ. ഇത്രയും ഉറക്കെ പറഞ്ഞ ശേഷം തെനാലിരാമൻ ഭാര്യയുടെ അടുത്ത് ചെന്ന് പതുക്കെ പറഞ്ഞു, 2 കള്ളന്മാർ നമ്മുടെ പുരയിടത്തിൽ നിൽപ്പുണ്ട്. അവരെ നമുക്കൊന്ന് പറ്റിക്കണം. ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് വേഗം പെട്ടി നിറയ്ക്കൂ. മങ്കമ്മ ഒരു പഴയ അമ്മിക്കൽ പെട്ടിയിലാക്കി അടച്ചു. തെനാലിരാമൻ ആ പെട്ടി താങ്ങിയെടുത്ത് കിണറ്റിൻകരയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കിണറ്റിലേക്ക് ഒരു തള്ളു കൊടുത്തു. വലിയൊരു ശബ്ദത്തോടു കൂടി പെട്ടി കിണറ്റിൽ വീണു. രാമൻ മടങ്ങിച്ചെന്ന് ഭാര്യയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ നമുക്ക് പറമ്പ് നനയ്ക്കേണ്ടി വരില്ല. അവർ താമസിയാതെ വിളക്ക് കെടുത്തി സുഖമായി കിടന്നുറങ്ങി. വീട്ടുകാർ ഉറക്കമായെന്ന് മനസ്സിലായപ്പോൾ കള്ളന്മാർ ശബ്ദമുണ്ടാക്കാതെ കിണർ തേവി വറ്റിക്കാൻ തുടങ്ങി. അവർ വളരെ നേരം വെള്ളം വലിച്ചിട്ടും കിണർ വറ്റിയില്ല. അവർ തളർന്നു തുടങ്ങി. പുലരാറായപ്പോൾ തെനാലിരാമൻ പതുക്കെ കിണറ്റിനരികെ ചെന്നു. നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ 2 പേരും കൂടി എൻ്റെ പറമ്പ് നന്നായി നനയ്ക്കുന്ന പണി നടത്തി തന്നു. തെനാലിരാമൻ്റെ ശബ്ദം കേട്ടതോടെ കള്ളന്മാർ പ്രാണനും കൊണ്ടോടി. തെനാലിരാമനും ഭാര്യയും കള്ളന്മാരുടെ ഓട്ടം കണ്ട് ആർത്ത് ചിരിച്ചു. രാജാവിനോട് കള്ളന്മാരെ പറ്റിച്ച ആ കഥ പറഞ്ഞപ്പോൾ രാജാവിനും ചിരിയടക്കാൻ കഴിഞ്ഞില്ല. തെനാലിരാമന് അളവറ്റ സമ്പത്തുണ്ടായിരുന്നു. രാജാവ് ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു, രാജ്യത്ത് പണത്തിന് ക്ഷാമം വന്നാൽ തെനാലിരാമൻ്റെ പണപ്പെട്ടിയെ ആശ്രയിച്ചാൽ മതിയെന്ന്. കാരണം അത്രയധികം പൊൻപണം പാരിതോഷികമായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ തെനാലിരാമൻ. വളരെയധികം സമ്പത്തുള്ളവർ മരിച്ചാൽ അവരുടെ സ്വത്തുക്കൾ രാജാവ് കണ്ടുകിട്ടുന്ന ഏർപ്പാടുണ്ട്. അതിനാൽ രാജാക്കന്മാരെ വിശ്വസിക്കരുത് എന്ന് തെനാലിരാമൻ ഇടയ്ക്കിടെ പറയാറുമുണ്ട്. താൻ മരിച്ചാൽ രാജാവ് എന്താണ് തൻ്റെ കുടുംബത്തോട് ചെയ്യുക എന്ന് പരീക്ഷിച്ചറിയാൻ തെനാലിരാമൻ നിശ്ചയിച്ചു. അതിനാദ്യമായി തനിക്ക് സുഖമില്ലാതെ കിടപ്പിലാണെന്ന് ഒരു ശ്രുതി വിട്ടു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരവും കൊട്ടാരത്തിൽ അറിയിച്ചു. അതിനു മുമ്പ് തെനാലിരാമൻ തൻ്റെ കണക്കറ്റ പണം മുഴുവൻ വാരി മറ്റൊരു പെട്ടിയിലാക്കി. മുമ്പ് പണം സൂക്ഷിച്ചിരുന്ന പണപ്പെട്ടിക്ക് വായു കടക്കാനുള്ള സുഷിരങ്ങൾ ഇട്ട ശേഷം തെനാലിരാമൻ അതിനുള്ളിൽ കയറി കിടന്നു. മരിച്ച വിവരം അരമനയിലെത്തിയ ഉടനെ കൊട്ടാരത്തിലെ പണം വിചാരിപ്പുകാർ വന്ന് പണപ്പെട്ടി മുദ്ര വെച്ച് രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി. രാജാവ് മുദ്ര നീക്കി പെട്ടി തുറന്നപ്പോൾ അദ്ദേഹം ഞെട്ടി. തെനാലിരാമൻ പെട്ടിക്കകത്തു നിന്നും എഴുന്നേറ്റ് വരുന്നു. മരിച്ചെന്ന് പറയപ്പെടുന്ന തെനാലിരാമൻ ഇതാ ജീവനോട് നിൽക്കുന്നു. തിരുമേനി, ഇത് ഞാൻ തന്നെയാണ് തെനാലിരാമൻ. ഞാൻ മരിച്ചാൽ അങ്ങ് എന്താണ് ചെയ്യുക എന്നറിയാൻ വേണ്ടി ഈ പണപ്പെട്ടിക്കകത്ത് കയറിയിരുന്നതാണ്, തെനാലിരാമൻ പറഞ്ഞു. രാജാവ് ചിരിച്ചു. തെനാലിരാമനും ചിരിച്ചു. താൻ മരിച്ചാൽ തൻ്റെ പണപ്പെട്ടി എടുത്തിട്ട് കുടുംബത്തെ പട്ടിണിയാക്കരുതേ എന്ന് തെനാലിരാമൻ അപേക്ഷിച്ചു. അപ്പോഴാണ് മരിച്ചവരോടുള്ള തൻ്റെ തെറ്റായ നയത്തെപ്പറ്റി രാജാവിന് ബോധ്യം വന്നത്. തെനാലിരാമൻ്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. പാമ്പ് കടിയേറ്റാണ് അദ്ദേഹം മരണമടഞ്ഞത്. തൻ്റെ മരണം അടുത്തുവെന്ന് മനസ്സിലായപ്പോൾ തെനാലിരാമൻ രാജാവിനെ വിളിക്കാൻ ആളെ വിട്ടു. പക്ഷേ തമാശക്കാരനായ രാമൻ തന്നെ പറ്റിക്കാൻ വേണ്ടി ആളയച്ച് വിളിക്കുന്നതാണ് എന്നേ രാജാവ് കരുതിയുള്ളൂ. അതിനാൽ തെനാലിരാമനെ കാണാൻ രാജാവ് പോയില്ല. തെനാലിരാമൻ തൻ്റെ രാജാവിനെ കാണാത്ത ദുഃഖത്തോടെ എന്നേക്കുമായി കണ്ണടച്ചു. രാജാവ് തൻ്റെ ഉറ്റ സുഹൃത്ത് മരണമടഞ്ഞു എന്ന ദുഃഖസത്യം മനസ്സിലാക്കിയപ്പോൾ തേങ്ങിക്കരഞ്ഞു. രാമ, എൻ്റെ പ്രിയപ്പെട്ട തെനാലിരാമ, നീ എന്നെ എത്രയോ തവണ ചിരിപ്പിച്ചു. നീ മരണാസന്നനായി കിടക്കുകയാണെന്ന് അറിയിച്ച് വിളിച്ചപ്പോഴും എന്നെ ഫലിതം പറഞ്ഞ് ചിരിപ്പിക്കാനാണ് നീ വിളിക്കുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. രാമ, നീ എന്നെ കരയിപ്പിക്കാനാണ് വിളിച്ചതെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഓടിയെത്തുമായിരുന്നുവല്ലോ. മരണം വരെ നിത്യവും നീ എന്നെ ചിരിപ്പിച്ചു. എനിക്ക് നിത്യമായ ദുഃഖം തന്നുകൊണ്ട് നീ എന്നെ വിട്ടുപിരിഞ്ഞു പോയില്ലേ രാമ. നിരാലംബനായ ഒരു കുട്ടിയെപ്പോലെ രാജാവ് പലതും പറഞ്ഞ് വാവിട്ട് നിലവിളിച്ചു. വിദൂഷകനായ തെനാലിരാമൻ്റെ മരണം വിജയനഗര മഹാരാജാവിനെയും പ്രജകളെയും നിത്യദുഃഖത്തിലാഴ്ത്തി. തെനാലിരാമൻ മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഭാരത ജനതയുടെ മനസ്സിൽ അദ്ദേഹം തൻ്റെ ഫലിത കഥകളിലൂടെ ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതോടുകൂടി തെനാലിരാമൻ്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുവരെ കഥ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു.